ഇന്ത്യൻ ക്രിക്കറ്റ് മുൻ താരവും കമന്റേറ്ററുമായ സുനിൽ ഗവാസ്കറിനെ പരോക്ഷമായി വിമർശിച്ച് ഇന്ത്യൻ ടീം മുഖ്യ പരിശീലകൻ ഗൗതം ഗംഭീർ. ഇന്ത്യൻ ക്രിക്കറ്റ് ആരുടെയും കുടുംബസ്വത്തല്ലെന്നാണ് ഗവാസ്കറിൻ്റെ പേര് പറയാതെ ഗംഭീർ പ്രതികരിച്ചത്. ഞാൻ 8 മാസമായി ഇന്ത്യൻ ടീമിൻ്റെ പരിശീലകനാണ്. വിജയങ്ങൾ ഉണ്ടാകുന്നില്ലെങ്കിൽ എന്നെ വിമർശിക്കാം. അത് കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. വിമർശനങ്ങൾ സ്വാഭാവികമായി ഉണ്ടാകും. എന്നാൽ 25 വർഷമായി കമൻട്രി ബോക്സിലിരിക്കുന്ന ചിലർ ഇന്ത്യൻ ക്രിക്കറ്റ് അവരുടെ കുടുംബസ്വത്തായി കരുതുന്നു. എന്നാൽ അങ്ങനെയല്ല. ഇന്ത്യൻ ക്രിക്കറ്റ് 140 കോടി ഇന്ത്യക്കാരുടേതാണ്. ഡൽഹിയിൽ ABP ന്യൂസിൻ്റെ ഇന്ത്യ അറ്റ് 2047 സമ്മിറ്റിൽ ഗംഭീർ പ്രതികരിച്ചു. ചില ആളുകൾ എൻ്റെ പരിശീലനത്തെക്കുറിച്ചും ക്രിക്കറ്റ് കരിയറിനെക്കുറിച്ചും ചോദ്യമുന്നയിച്ചു. ചാമ്പ്യൻസ് ട്രോഫി കിരീട നേട്ടത്തിൽ ലഭിച്ച സമ്മാനത്തുക എന്ത് ചെയ്തെന്ന് ചോദിക്കുന്നു. സമ്മാനത്തുക എന്ത് ചെയ്തെന്ന് ആരോടും എനിക്ക് പറയേണ്ട കാര്യമില്ല. പക്ഷേ ഈ രാജ്യം അറിയേണ്ട കാര്യങ്ങളുണ്ട്. ചിലർ ഇന്ത്യയിൽ പണം സമ്പാദിക്കുകയും അത് വിദേശ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഞാനൊരു ഇന്ത്യക്കാരനാണ്. ടാക്സ് അടയ്ക്കുന്നതിൽ നിന്നും ഒഴിവാക്കാൻ ഞാൻ വിദേശത്ത് താമസിക്കുകയും ഇന്ത്യക്കാരനായി ജീവിക്കുകയും ചെയ്യുന്നില്ല, ഗംഭീർ കൂട്ടിച്ചേർത്തു. 2020 ലോകകപ്പ് വിജയത്തിന് പിന്നാലെ ലഭിച്ച സമ്മാനത്തുകയിൽ അന്നത്തെ ഇന്ത്യൻ പരിശീലകനായിരുന്ന രാഹുൽ ദ്രാവിഡ് കുറവ് വരുത്തിയിരുന്നു. 5 കോടി രൂപയായിരുന്നു ദ്രാവിഡിന് സമ്മാനത്തുകയായി ലഭിച്ചത്. എന്നാൽ സഹപരിശീലകർക്ക് ലഭിച്ച സമ്മാനത്തുകയായ 2.5 കോടി രൂപ തനിക്കും നൽകിയാൽ മതിയെന്നായിരുന്നു ദ്രാവിഡിൻ്റെ അപേക്ഷ. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയായിരുന്നു ഗവാസ്കർ ഗംഭീറിനെ വിമർശിച്ചത്. ദ്രാവിഡ് ഇന്ത്യൻ ക്രിക്കറ്റിന് വേണ്ടി പ്രവർത്തിച്ചു. എന്നാൽ ഇപ്പോഴത്തെ കോച്ചിൻ്റെ ഭാഗത്തു നിന്നും അത്തരമൊരു നടപടി ഉണ്ടായില്ല, ഗവാസ്കർ വ്യക്തമാക്കി. ചാമ്പ്യൻസ് ട്രോഫിയിലെ സമ്മാനത്തുക എന്ത് ചെയ്തെന്ന് ആരോടും വിശദീകരിക്കേണ്ടതില്ലെന്നായിരുന്നു ഗവാസ്കറിന് ഗംഭീർ നൽകിയ മറുപടി. ചിലർ ചില്ലുഗ്ലാസിലിരുന്ന് മറ്റുള്ളവരെ കല്ലെറിയുന്നു എന്നും ഗംഭീർ വ്യക്തമാക്കി.